ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒരു നിമിഷം രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷേകം ഇരട്ടിയായി അഭിഷേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും അത്ഭുതകരമായി പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഒരു പുത്തൻ അഭിഷേകം ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിറയ്ക്കണമേ. ആഗ്രഹിച്ചേ, ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക. ആഗ്രഹിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ചൊരിയപ്പെടും. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭാരം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആ ഭാരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, അത്ഭുതകരമായ ഒരു കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു സമർപ്പണ ശുശ്രൂഷയാണ്. കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവശക്തി നീ ആയിരിക്കുന്നിടത്തേക്ക് കടന്നു വന്ന് നിന്നെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കുക. രോഗികളായിട്ടുള്ളവർ ആഗ്രഹിക്കുക, ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ രോഗശാന്തികൾ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണമേ. മനസ്സിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദേ, കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ഭാരത്തിൽ അത്ഭുതകരമായ ഒരു ദൈവകൃപ ഇടപെടുകയാണ്. വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവെ, ഈ ശുശ്രൂഷ സമയത്ത് ക്ഷീണം, അലസത, മടി, മരവിപ്പ് അത് മാറാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വണ്ണം വിഷമത്തിൽ കഴിയുക, ചില ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുക, ചില ബന്ധനങ്ങൾ കഴിയുക, ചില ബന്ധങ്ങൾ തന്നെ ബന്ധനങ്ങളായി മാറി പ്രാർത്ഥിക്കാൻ പറ്റാത്ത വണ്ണം ഞെരുങ്ങുന്നവരുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു കൃപ വെളിപ്പെടണമേ. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ കൃപ വെളിപ്പെടണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞു നിന്ന അതേ ദൈവശക്തി നമ്മുടെ മേൽ നിറയാൻ ആഗ്രഹിച്ച് ചേർന്നൊന്ന് പാടിക്കേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തി പാടിക്കേ. ആമേൻ. പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. പ്രത്യേകിച്ച് ഓർത്തോർത്ത് ദുഃഖിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. വചനത്തിൻ്റെ ശക്തി അവരുടെ ഉള്ളിലോട്ട് കടന്നു ചെല്ലട്ടെ. ഓർത്തോർത്ത് ദുഃഖിക്കുന്നവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ച ചില പരാജയങ്ങളുടെ പേരിൽ, ചില തെറ്റായ തീരുമാനങ്ങളുടെ പേരിൽ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇതാ ഈശോ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഇന്നലകളിലെ ഓർമ്മകളിലേക്ക്, കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലേക്ക് ദേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് കടന്നു വരുന്നത്. ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ശക്തിയേകി സ്ലീഹന്മാരിൽ ശക്തിയേകി. സങ്കീർത്തനം 107:14 അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു, അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതാ ഈ വ്യക്തികളുടെ, പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും സകല ബന്ധനങ്ങൾ കർത്താവെ അങ്ങ് പൊട്ടിച്ചെറിയണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, വല്ലാത്തൊരു മരവിപ്പ് തോന്നുന്നു, ഒന്നിനോടൊരു താല്പര്യം തോന്നുന്നില്ല, ഒരു ഉന്മേഷം തോന്നുന്നില്ല, ജീവിതത്തോട് തന്നെ വലിയ ഒരു ഭാരം. ഇതാ ആ ഭാരത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അപ്രകാരം ഭാരപ്പെട്ടിരിക്കുന്ന സകലരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ലീഹന്മാരിൽ ശക്തിയേകി, സ്ലീഹന്മാരിൽ ശക്തിയേകി,
പ്രത്യേകിച്ച് ഏതെങ്കിലും പാപ വഴികളിലൂടെ ജീവിതം നടത്തപ്പെട്ട് ഇന്ന് വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായം 13-ാം തിരുവചനം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഏതെങ്കിലും വ്യക്തികളിൽ തങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും പാപ അവസ്ഥയെ ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ആ വ്യക്തികളിലേക്ക് ശക്തമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ, ഒരു കാറ്റടിക്കട്ടെ, തീ കത്തുന്ന അഭിഷേകം അവരിൽ സംഭവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി സ്ലീഹന്മാരിൽ ശക്തിയേകി. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ജ്ഞാനത്തിന്റെ പുസ്തകം 18-ാം അധ്യായം 22-ാം തിരുവചനം, അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധ ശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. വചനത്താൽ കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് വചനത്തിൻ്റെ അഭിഷേകം വെളിപ്പെടട്ടെ. മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം, സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരം വചനത്തിൻ്റെ ഒരു അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. മത്തായി 18:18, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന അഭിഷേക അധികാരത്താൽ ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വചനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ ഇതാ വിശുദ്ധീകരിച്ച് കെട്ടഴിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വലിയൊരു സ്വാതന്ത്ര്യം ഈ കൂട്ടായ്മയിലേക്ക് സംഭവിക്കപ്പെടട്ടെ, വലിയൊരു സ്വാതന്ത്ര്യം ഈ കൂട്ടായ്മയിലേക്ക് സംഭവിക്കപ്പെടട്ടെ. സക്കറിയ പ്രവചനം 2:5, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ്, ഈ ശുശ്രൂഷ സമയത്ത് ഈ ദൈവജനത്തിന്റെ മേൽ ഈ വചനത്തിന്റെ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. സക്കറിയ 9:8, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സമയം യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവമക്കളിലേക്ക് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെറ്റിയില് ഒരു കുരിശടയാളം വരച്ച് സ്വയം ആശീർവദിക്കുക. കരങ്ങൾ കൂപ്പുക. അൾത്താരിലേക്ക് നോക്കി ഉച്ചത്തിൽ പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതൊക്കെ നിൽക്കുന്നവർക്ക് സന്തോഷത്തോടെ പുഞ്ചിരിച്ചൊരു സ്തുതി കൊടുക്കാമോ? അതിനുശേഷം സ്വസ്ഥമായിട്ട് ഇരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം ഇതാണ്: അച്ഛാ, ഞങ്ങൾ വചന ശുശ്രൂഷയ്ക്ക് വരുന്നു, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ആവേശമാണ്, എന്നാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളുടെ ആവേശമെല്ലാം പോകുന്നു. നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? ഇല്ലേ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ ഇപ്പം തന്നെ ആവേശമില്ല, പിന്നെയാണ് നാളെ. അപ്പം ആ സഹോദരൻ പറഞ്ഞത് എങ്ങനെയാണ്: അച്ഛാ, ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് വലിയ ആവേശമാണ്, എന്നാൽ കേട്ട് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ഈ ആവേശമെല്ലാം പോകുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലർക്കും ഈ ഒരു പ്രശ്നമുണ്ട്.
അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കുന്നു. കേൾക്കുന്ന കാര്യം സ്വന്തമാക്കണം. അതിനെന്ത് വേണമെന്നറിയോ? ഒരു കുഞ്ഞ് സജഷൻ. നിങ്ങൾക്ക് വിഷമമാകുമോയെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയാം. നിങ്ങൾക്ക് വിഷമമായാലും എനിക്ക് വിഷമമില്ല. അതായത് എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളിങ്ങനെ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴത്തേക്ക് കയ്യിൽ ഒരു കൊച്ച് ഡയറിയോ എന്തെങ്കിലും ഒരു 2 കഷണം പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വചനങ്ങൾ എഴുതിയെടുക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അത് വലിയ അഭിഷേകമോ. അപ്പം നമ്മൾ തിരികെ പോകുമ്പോൾ വെറുതെ അല്ല പോകുന്നത്, അതും കൊണ്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ വെറുതെ കേട്ടിരുന്ന് കഴിഞ്ഞാൽ കേട്ട കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വേറെ പലതും കേട്ട് നമ്മൾ ഇത് മറന്നുപോകും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, ശുശ്രൂഷയ്ക്കൊക്കെ വരുമ്പോഴത്തേക്ക്, സ്ഥിരമായിട്ട് ശുശ്രൂഷയ്ക്ക് വരുന്നവരാണ്, സ്ഥിരമായിട്ട് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ് അല്ലേ? എത്ര വർഷങ്ങളായി നമ്മൾ ഈ വചനം കേൾക്കുന്നു. കയ്യിലൊക്കെ അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്തോരം നമ്മുടെ കയ്യിൽ ദൈവവചനം ഉണ്ടായേനെ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കാവുന്നൊരു കുഞ്ഞു കാര്യം, ഒരു നോട്ട് ബുക്കോ ഒരു ഡയറിയോ ഒക്കെ കയ്യിൽ എപ്പോഴും കരുതണം. വചനം വേണം. എന്നിട്ട് വചനം എഴുതിയെടുത്ത് പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സാധിക്കുന്നവര് ഈ ശുശ്രൂഷ സമയത്ത് അങ്ങനെ കേട്ടോ, പറ്റുമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറിക്കുക. മൊബൈലിലാണെങ്കിൽ നോട്ട് ചെയ്യുക. വേറെ കാര്യത്തിന് മൊബൈൽ എടുക്കരുത്. ഫേസ്ബുക്കും വാട്സപ്പൊന്നും നോക്കാനല്ല, മറിച്ച് ഒറ്റ കാര്യം, എന്തിന്? വചന ശുശ്രൂഷയ്ക്ക് നമ്മൾ താല്പര്യപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലൈഫിൽ നമ്മുടെ മുമ്പോട്ട് ചലിപ്പിക്കും. നമ്മളെ കൃത്യമായിട്ട് ചലിപ്പിക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവവചന ശുശ്രൂഷയ്ക്ക് വില കൊടുക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നീ ദൈവവചന ശുശ്രൂഷയ്ക്ക് വില കൊടുക്കണം. പറഞ്ഞു കൊടുത്തേ. പറ, നിങ്ങൾ ആ പറച്ചിൽ പോരാ. നിങ്ങൾ ആ ഇരിക്കുന്ന ആൾക്കൊന്ന് കൈയൊക്കെ കൊടുത്തോണ്ട് പറ, ദൈവവചന ശുശ്രൂഷയ്ക്ക് വില കൊടുക്കണമെന്ന് പറ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ദാ ശ്രദ്ധിച്ചേ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സമ്പത്ത് പോലെ ഒരു ആത്മീയ സന്ദേശം നൽകുവാണ്. ഇതൊരു വലിയൊരു സമ്പത്താണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഇത് കിട്ടിയാൽ അതിനെല്ലാത്തിനുള്ള ഉത്തരവുണ്ട്. അത് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തുസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനമാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വചനമാണ് ഇത്. നിങ്ങൾക്കും ഈ വചനം അറിയാവുന്നതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വചനമാണ്. കാരണം ഇത് അത്രമേൽ നമ്മുടെ ജീവിതത്തെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ബലപ്പെടുത്തുന്ന ഒരു വചനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ ഒരു ഭാരമോ ഒരു അസ്വസ്ഥതയോ ഒരു വിഷമോ ഒക്കെ വരുമ്പോൾ ഈ വചനം, ഞാനത് എൻ്റെ ബുക്കിൽ മാത്രമല്ല അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് ഈ വചനം ഒന്നങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, വലിയ സമാധാനം കിട്ടും. അപ്പം അതുകൊണ്ട് ഈ വചനം പഠിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തുസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, ഫസ്റ്റ് ലെറ്റർ, ചാപ്റ്റർ 10 വേഴ്സ് 13, 13-ാം വചനം ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ ഒച്ചത്തി പറയണം കേട്ടോ. മനുഷ്യ സാധാരണമല്ലാത്ത ഉച്ചത്തി പറഞ്ഞു, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ ഞെരുക്കം, അസ്വസ്ഥത, ഭാരം മനസ്സിൽ വരുമ്പോൾ ഞാൻ ഈ വചനം അങ്ങോട്ട് എടുത്തു പിടിക്കും. എന്നിട്ട് ഈ വചനം ഞാൻ എന്നോട് തന്നെ പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരു മാരകമായ വലിയ കുഴിക്കകത്തോ ഏത് വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഇത് നിങ്ങളെടുത്തോ. ഇതൊരു വലിയൊരു സമ്പത്താണ്. 1 കൊറിന്തോസ് 10-ാം അധ്യായം 13-ാം തിരുവചനം,
വലതുകര ഉയർത്തിയ വചനം നേറ്റു പറയാം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, ഈ വചനം എന്നിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വചനം പറയുവാണ്, പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ടെംപ്റ്റേഷൻ എന്ന അർത്ഥത്തിലല്ല. പ്രലോഭനങ്ങൾ, പരീക്ഷകൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അതെല്ലാം ഈ ഒറ്റ വാക്കിൻ്റെ അകത്തുള്ളതാ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പരീക്ഷയും ഒരു പ്രശ്നവും നിനക്ക് നേരിട്ടിട്ടില്ല. പറഞ്ഞേ ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇത് വിശ്വസിച്ചോണം. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ചില പ്രതിസന്ധിയിൽ നിങ്ങൾ ചിന്തിക്കുവാണ്, ദൈവമേ, ഇതെനിക്ക് മാത്രമാണല്ലോ, എൻ്റെ കുടുംബത്തിന് മാത്രമാണല്ലോ. അങ്ങനെയല്ല ചേട്ടാ. മനുഷ്യ സാധാരണമല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ചുറ്റുവട്ടത്തും പല ഇടങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് മനുഷ്യ സാധാരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുന്നത് ദൈവം വിശ്വസ്തനാണ്. നമ്മള് പറ, എന്താ വായിന്നൊന്നും വീഴുന്നില്ലല്ലോ. നമ്മള് വലിയ വിശ്വസ്തരൊന്നും അല്ല. ഉള്ള കാര്യം പറയാമല്ലോ, നമ്മൾ വലിയ വിശ്വസ്തരൊന്നും അല്ലെന്ന്. ഈ ഇരിക്കുന്ന ഇരിപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വഭാവമൊക്കെ മാറും അല്ലേ? അതേന്ന് സത്യമായ കാര്യം. നമ്മളിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. പക്ഷേ വചനം പറയുന്നു, ആര് വിശ്വസ്തനാണ്? ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസ്തരൊന്നുമല്ല, പക്ഷേ ദൈവം വിശ്വസ്തനാണ്. എന്നിട്ടൊരു കാര്യം പറയുവാണ്, നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ, പ്രശ്നങ്ങൾ, പരീക്ഷകൾ, രോഗങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രലോഭനങ്ങൾ, പ്രശ്നങ്ങൾ, പരീക്ഷകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പരീക്ഷ, പ്രശ്നം, വിഷമം, ഭാരം, കണ്ണുനീര് എന്തിനെക്കുറിച്ചാണ്? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, പരീക്ഷ അങ്ങ് അനുവദിച്ചാൽ പരിഹാരം എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിച്ചോ. ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ പറ, പരീക്ഷ എനിക്ക് വേണ്ടി ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം എനിക്കുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കുണ്ട്. ഓരോരുത്തരും ഉള്ളിൻ്റെ ഉള്ളിൽ പറ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് വിശ്വസിച്ച് പറഞ്ഞോ. നീ ഏത് ഞെരുക്കത്തിലാണെങ്കിലും, ഒരു പക്ഷേ ഉറക്കം കിട്ടാത്തവരിരിപ്പുണ്ട് ചില വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത്, മകളെക്കുറിച്ചും മകനെക്കുറിച്ചും ഓർത്തോർത്ത്, വീടിനെക്കുറിച്ച് ഓർത്തോർത്ത്, സാമ്പത്തിക കടബാധ്യതയെക്കുറിച്ച് ഓർത്തോർത്ത്, ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവര്, ഭാരപ്പെട്ടവര്, ആലോചിച്ച് വിഷമിച്ചവര്, രോഗികളായിട്ടുള്ളവരുണ്ട്. ദേ കരങ്ങൾ ഉയർത്തി നീ ഈ ശുശ്രൂഷ സമയത്ത് വിശ്വസിക്കൂ. ദൈവം വിശ്വസ്തനാണ്. നിന്റെ ശക്തിക്കതീതമായ പ്രലോഭനം, പ്രശ്നം, കണ്ണുനീരുണ്ടാകാൻ അനുവദിക്കുകയില്ല. ഒരു പരീക്ഷയുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ അവയെ അതിജീവിക്കാൻ വേണ്ട കരുത്ത് നിനക്കുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരീക്ഷ അനുവദിച്ചാൽ പരിഹാരമുണ്ട്. വിശ്വസിച്ച് പറഞ്ഞേ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ ആമേൻ. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഒന്ന് പാടിക്കേ. അനുവദിച്ചാൽ പരിഹാരം. ഒന്നും കൂടെ പഠിക്കേ. പരീക്ഷ അനുവദിച്ചാൽ പരിഹാരം. ആമേൻ, ആമേൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് നോക്കിക്കേ. പരീക്ഷയുണ്ടോ അവിടെ പരിഹാരമുണ്ട്.
നിനക്ക് പരീക്ഷയുണ്ടോ, നിനക്കൊരു പ്രതിസന്ധി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഓർത്തോണം അവിടെ എന്തുണ്ട്? പരിഹാരമുണ്ട്. എന്തുണ്ട്? പലഹാരമല്ല, പരിഹാരം. പറഞ്ഞ വാക്ക് പറഞ്ഞേ, പരിഹാരം. നിനക്കൊരു പ്രതിസന്ധി ഉണ്ടോ, ഉണ്ടെങ്കിൽ ഓർത്തോണം അതിൻ്റെ ഒത്ത നടുവിൽ ഒരു പരിഹാരവും ഉണ്ട്. പറ ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പരീക്ഷയുണ്ടോ, പരിഹാരവും ഉണ്ട്. പറഞ്ഞു കൊടുത്തേ, പരീക്ഷയുണ്ടോ, കൈ കൊടുത്തോണ്ട് പറ, കൈ കൊടുത്തോണ്ട് പറ. അതൊരു ശുശ്രൂഷയാണ്. അപ്പം ആ ഇരിക്കുന്ന ചിലപ്പോൾ ആത്മാവ് ചിലപ്പോൾ വല്ലാതെ വിഷമിച്ചിരിക്കുമായിരിക്കും. നീ ഒന്ന് കൈ കൊടുത്തോണ്ട് പരീക്ഷയുണ്ടോ, പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആ വ്യക്തിയുടെ ഉള്ളിൽ അതങ്ങോട്ട് കിട്ടും. അതിനാ പറഞ്ഞത് അടുത്തിരിക്കുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. വലിയൊരു പ്രലോഭനത്തിലോ പ്രതിസന്ധിയിലോ പരിഹാരമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഏതെങ്കിലും ഒരു വിഷയത്തില്. അപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് കൈ കൊടുത്തോണ്ട് പരീക്ഷയുണ്ടോ, പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ അത് സംഭവിക്കും. ഒരു 2 പേർക്കും കൂടെ കൊടുത്തേ, കൈ കൊടുത്തേ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് മുഖത്ത് നോക്കി പറഞ്ഞേ, പരീക്ഷയുണ്ടോ, അവിടെ പരിഹാരമുണ്ട്. പരീക്ഷയുണ്ടോ, അവിടെ പരിഹാരമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതെങ്കിലും പരീക്ഷ, പ്രശ്നം, ഭാരം, കണ്ണുനീര് ഉള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഉള്ളവര്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ചില യന്ത്രമനുഷ്യരുണ്ടാവും ഇവിടെ. ബാക്കി ഒരുമാതിരി മനുഷ്യരാണോ, എല്ലാവർക്കും ഉണ്ട്. കൈ ഉയർത്തിയവർ ഓർത്തോണം എന്തുണ്ട് ഇതിൻ്റെ അപ്പുറത്ത്. പറ, വാ തുറന്നു പറ. ഇതിനൊരു പരിഹാരമുണ്ട്, ഇതിന് പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ചിലരുടെ ചിന്ത ഇതോടുകൂടെ എൻ്റെ ജീവിതം തീർന്നു. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇതിനൊരു പരിഹാരമുണ്ട്. നമ്മുടെ ബുദ്ധിയിൽ കാണുന്നില്ല, പക്ഷെ സത്യമായും ഇതിനൊരു പരിഹാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വിശ്വസിക്കണം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആവർത്തിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥ, ഇതിനൊരു പരിഹാരമുണ്ട്. എന്താ നമുക്കറിഞ്ഞുകൂടാ, നമ്മുടെ ബുദ്ധിയിലില്ല, പക്ഷെ ഇതിനൊരു പരിഹാരം ഉണ്ട്. പറ ആമേൻ, ആമേൻ, ആമേൻ. കാരണം നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ചില വഴികളുണ്ട്, നമ്മുടേതായ ബുദ്ധിയിലെ ചില വഴികളുണ്ട്, അല്ലേ? അപ്പൊ അതും പിടിച്ചോണ്ടിരിക്കുവാണ്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാവും, അത് ശരിയാവുന്നില്ല. പക്ഷെ ഇതല്ല, ഇതിനപ്പുറം ദൈവം ഒരു കൃത്യമായ ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കും. പ്രൈസ് ദി ലോർഡ്. 38 വർഷമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന തളർന്നു കിടക്കുന്ന രോഗി, 38 വർഷം. അവന്റെ മുമ്പിൽ ഈശോ ചെന്നിട്ട് ചോദിച്ചു, എടാ നീ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ ഈ കിടക്കുന്നവൻ കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയാവോ? കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല, ഞാൻ എത്തുമ്പോഴേക്കും വേറെ പലരും എത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ 38 വർഷമായിട്ട് ഇവന്റെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഏത് വഴി? ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഈ കുളത്തിലിറങ്ങണം. ഇതാണ് അവന്റെ മുമ്പിൽ അവൻ കണ്ടെത്തിയിരിക്കുന്ന വഴി. എന്നാൽ ഈശോ പറയുവാണ്, എടാ നീ ഇത്രയും നാളും ചിന്തിച്ചതല്ല യഥാർത്ഥ വഴി. നീ 38 വർഷമായിട്ട് ചിന്തിക്കാത്ത മറ്റൊരു വഴി നിന്റെ മുമ്പിലുണ്ട്. അതാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിലരിതിങ്ങനെ എണ്ണി പറയും. എനിക്കറിയാം, അല്ലേ? ചിലർ എണ്ണി പറയും, അച്ഛനിത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത്രയും വർഷമായി ഇതാണ് അവസ്ഥ, ഇങ്ങനെയൊക്കെയായി, ഇനി എന്ത് ചെയ്യും? പക്ഷെ ഒരു കാര്യം വിശ്വസിച്ചോ, ഈ പോട്ടാശ്രമത്തിൽ നിങ്ങൾ ഇത് ഏറ്റെടുത്തോ. പരീക്ഷയുണ്ടോ, പ്രശ്നമുണ്ടോ, അതിന് ഒരു പരിഹാരം ഉണ്ട്. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി. ആമേൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ പരിശുദ്ധാരാധനയുടെ മുമ്പിൽ നിന്റെ ജീവിതത്തിന്റെ സകല അനുഭവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തമ്പുരാന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം, നീ കടന്നു പോകുന്ന അവസ്ഥ ദൈവത്തിനറിയാം. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ, ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധന സമയത്ത് നമ്മൾ വിശ്വസിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾക്ക് മുമ്പിൽ എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ട്. യെസ്, ഓരോരുത്തരും അത് ഏറ്റെടുക്കണം. എൻ്റെ മുമ്പിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്. കർത്താവെ, പലപ്പോഴും ആ വഴി ഏതെന്നറിയാതെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടി നിൽക്കുന്നു. എൻ്റെ കർത്താവെ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇതാ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വഴി എനിക്ക് തെളിയിച്ചു തരണമേ. ഇസ്രായേൽ ജനം കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വഴിയില്ല. അവരുടെ ബുദ്ധിയിൽ, അവരുടെ ജീവിതത്തിൻ്റെ ഇന്നോളമുള്ള അറിവിൽ അവർക്കൊരു വഴിയില്ല. എന്നാൽ കടലിൻ്റെ കരയിലെത്തിച്ച ദൈവം ആ കടലിന് നടുവിലൂടെ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഒരു വരണ്ട വഴി കണ്ടിട്ടുണ്ട്. കടന്നു പോകാൻ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. കർത്താവേ, ആ വഴി എന്നെ പഠിപ്പിക്കണമേ. ഒരുപക്ഷെ നീ ഇന്ന് ചിന്തിച്ചിരിക്കുന്നത് എല്ലാം തീർന്നു, അവസാനിച്ചുവെന്നാണോ? അല്ല. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, ലാസർ മരിച്ചിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞു. ചീഞ്ഞഴിഞ്ഞു തുടങ്ങിയ അവൻ്റെ ശരീരം കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്നു. കല്ലറയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഈശോ ദൈവജനത്തെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ പദ്ധതികൾ അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കും. പലതിനെയും നമ്മളിങ്ങനെ ചീഞ്ഞഴിഞ്ഞത്, ഇനി രക്ഷയില്ല എന്ന് കരുതി പല കല്ലറകളിലും അടക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ കർത്താവ് ആ കല്ലറയിൽ അടക്കം ചെയ്തത്, കല്ലുരുട്ടി വെച്ച് ആർക്കും തുറന്നു പുറത്തു വരാൻ പറ്റാത്ത വണ്ണം നീ ബന്ധിച്ചത്, ചീഞ്ഞഴിഞ്ഞു തുടങ്ങിയത്, വരണ്ടത് എന്ന് തുടങ്ങി ഏത് വിഷയത്തിലും കർത്താവ് പ്രവർത്തിക്കുകയാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുകയാണ്. എൻ്റെ സഹോദര, സഹോദരി, നീ വിശ്വസിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഒറ്റ കാര്യം, പരീക്ഷ ദൈവം അനുവദിച്ചിട്ടുണ്ടോ? പരിഹാരം ഉണ്ട്. അതങ്ങോട്ട് ഏറ്റെടുത്തോ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. വിശ്വസിച്ച് ഈ ആശീർവാദം ഏറ്റെടുക്കട്ടെ.
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.